أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذ قال موسى لقومه إن الله يأمركم أن تذبحوا بقرة قالوا أتتخذنا هزوا قال أعوذ بالله أن أكون من الجاهلين صدق الله العلي العظيم. സബത്ത് നാളിൽ അള്ളാഹുവിൻ്റെ നിയമം ലംഘിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ശിക്ഷക്കർഹരായ ആളുകളെക്കുറിച്ചാണ് അവസാനം പറഞ്ഞത്. അവരുടെ അവസ്ഥ പറയുമ്പോൾ അള്ളാഹു ആദ്യം പറഞ്ഞത് വലക്കത് അലിംതുമുല്ലദീന അഅ്തദൂ മിൻകും എന്നാണ്. നിങ്ങൾക്കറിയാം അവരെക്കുറിച്ച്, നിങ്ങൾക്ക് നന്നായി അറിയാം, നിസ്സംശയം അറിയാം. ഇതവരുടെ റിട്ടൺ ട്രഡീഷനിൽ എവിടെയുമില്ല, തോറയിലോ മറ്റ് പുസ്തകങ്ങളിലോ ഒന്നുമില്ല. പക്ഷെ അവർ വാക്കാൽ ജനറേഷൻ ടു ജനറേഷൻ കൈമാറിയ സംഭവങ്ങളാണ്. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് അഹ്റാഫിൽ പറയുമ്പോൾ സൂറ അഹ്റാഫിലും വസ്അൽഹും അനിൽ ഖറിയത്തില്ലത്തി കാനത്ത് ഹാലിറത്തൽ ബഹർ അത്തരത്തിലുള്ളൊരു പ്രയോഗമാണ്. കടലിൻ്റെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ആ നാടിനെക്കുറിച്ച് നീ അവരോട് ചോദിച്ചു നോക്ക്. അവരാണ് പരിധി ലംഘിച്ചത്, അതിർലംഘനം നടത്തി ധിക്കാരപൂർവം അള്ളാഹുവിൻ്റെ കൽപ്പനക്കെതിരെ പ്രവർത്തിച്ച് അള്ളാഹുവിൻ്റെ ശിക്ഷക്കർഹരായത്. അവരെ അള്ളാഹു ശിക്ഷിച്ചത് ലിറ്ററലി തന്നെ കുരങ്ങന്മാരാക്കിക്കൊണ്ടാണ് എന്നതാണ് ഒരു അഭിപ്രായം. ഭൂരിപക്ഷം ആളുകളുടെയും അഭിപ്രായം അതാണ്. കുറച്ച് നാളുകളെ അത്തരം കുരങ്ങന്മാരാക്കപ്പെട്ടവർ ജീവിച്ചുള്ളൂ എന്നും അവരുടെ ജനറേഷൻ പിന്നെ ഉണ്ടായില്ല എന്നുമൊക്കെയാണ് അഭിപ്രായം. ഇത്തരത്തിൽ ചില ജീവികളെക്കുറിച്ച് അവർ മുൻകാല ഉമ്മത്തുകളിൽ നിന്ന് രൂപമാറ്റം ചെയ്യപ്പെട്ടവരാണ് എന്ന ധാരണയൊക്കെ നിലനിന്നിരുന്നു. പക്ഷേ പണ്ഡിതന്മാർ പൊതുവെ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ രൂപമാറ്റം ചെയ്യപ്പെടുന്നവർ കുറച്ചു നാളുകളെ ജീവിക്കാറുള്ളൂ എന്നാണ്. എന്നാൽ മുജാഹിദ് റഹ്മത്തുള്ള താബീങ്ങളിൽപ്പെട്ട പ്രമുഖ ഖുർആൻ വ്യാഖ്യാതാവിൻ്റെ അഭിപ്രായം ഇബ്നു ജരീർ തബരി റഹ്മത്തുള്ള ഉദ്ധരിക്കുന്നത് മുജാഹിദ് ഫി ഖൗലിഹി, ഈ വിഷയത്തിൽ മുജാഹിദ് റഹ്മത്തുള്ളയുടെ അഭിപ്രായം കൂനു ഖിറദത്തൻ ഖാസിയീൻ എന്ന് പറഞ്ഞാൽ കാല സ്വാഗിരീൻ. ഖാസി എന്ന് പറഞ്ഞാൽ മുബ്അദ് മത്റൂദ്, ആട്ടപ്പെട്ടവർ, ആട്ടിയോടിക്കപ്പെട്ടവരാകൂ എന്നാണ്, നിന്ദ്യരാകൂ എന്നതാണ് അവരുടെ. അങ്ങനെയാണ് അള്ളാഹു അവരെ ശിക്ഷിച്ചത്, നിന്ദ്യത കൊണ്ട്, എല്ലാവരും ആട്ടിയോടിക്കപ്പെടുന്ന ആളുകളായിക്കൊണ്ട്. അങ്ങനെ അള്ളാഹു ആ കൗമിനെ, ആ ജനറേഷനെ ഒരു ഗുണപാഠമാക്കി എന്നുള്ളതാണ്. ഈ സംഭവം പറഞ്ഞതിന് ശേഷം അള്ളാഹു പറയുന്നത് ഒരു പ്രധാനപ്പെട്ട സംഭവമാണ്. ഈ സൂറയുടെ പേര് തന്നെ അതിൽ നിന്നാണ് ഉണ്ടായത്. ബക്കറ എന്ന പേരുണ്ടാവുന്നതിന് തന്നെ കാരണമായ ഒരു സംഭവമാണ്. ഇവരുടെ ഈ രൂപമാറ്റത്തിൻ്റെ, ഈ കുരങ്ങന്മാരാക്കിയതിൻ്റെ കഥ പറഞ്ഞതിന് ശേഷം അവരെ ഖുർആനിൽ പലയിടത്തും ഇത്തരത്തിലുള്ള പല ഉപമകളാലും അള്ളാഹു ഉപമിച്ചിട്ടുണ്ട്. അള്ളാഹു ഇത്തരത്തിലുള്ള ചില ഉപമകൾ നമുക്ക് കാണാൻ കഴിയും. ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളെപ്പോലെ എന്ന് അവരെ ഉപമിച്ചിട്ടുണ്ട്. മഥലുല്ലദീന ഹുമ്മിലു തൗറാത്ത് ചുമക്കുന്ന ആളുകളെക്കുറിച്ച് അള്ളാഹു പറഞ്ഞത്, എന്നിട്ട് അതിനെ ശരിക്ക് ജീവിതത്തിൽ പാലിക്കാത്തവർ, സുമ്മ ലം യഹ്മിലുഹ കമഥലിൽ ഹിമാരി യഹ്മിലു അസ്ഫാറ, കുറേ പുസ്തകത്താളുകൾ ചുമക്കുന്ന, ഗ്രന്ഥങ്ങൾ ചുമക്കുന്ന കഴുതകളെപ്പോലെയാണ് എന്നവരെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അള്ളാഹു വേറെ സ്ഥലത്തും ഇത്തരത്തിലുള്ള ഉപമകൾ നൽകുന്നുണ്ട്. കമഥലിൽ കൽബി എന്ന് പറഞ്ഞിട്ടുണ്ട്, അവർ പട്ടിയെ പോലെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻ തഹ്മിൽ അലൈഹി യൽഹദ്, അതിനെ എന്തെങ്കിലും എടുത്തെറിഞ്ഞ് അതിനെ ഓടിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ, അതിൻ്റെ മേൽ അതിനെ ആട്ടിക്കഴിഞ്ഞാൽ അപ്പോഴും അത് നാവ് നീട്ടി മുന്നോട്ട് വന്നുകൊണ്ടിരിക്കും. ഔ തത്റുക്കുഹു യൽഹദ്, അതിനെ വെറുതെ വിട്ടാലും അതിങ്ങനെ നാവ് നീട്ടിക്കൊണ്ടേയിരിക്കും. ദാലിക മസലുൽ ഖൗമില്ലദീന കസ്സബൂ ബിആയാതിന, നമ്മുടെ ആയത്തുകളെ നിഷേധിച്ച ജനതയുടെ ഉപമ അങ്ങനെയാണ്. അള്ളാഹു അങ്ങനെ ഉപമിക്കുന്നുണ്ട് വ്യത്യസ്ത രീതിയിൽ. ഇവരെ തന്നെയാണ് ഈ രണ്ട് സന്ദർഭത്തിൽ ഉപമിച്ചിരിക്കുന്നത്, യഹൂദരെ തന്നെയാണ്. അപ്പോൾ അവർ നായയെപ്പോലെയാണ്, പട്ടിയെപ്പോലെയാണ് എന്നും അതുപോലെ ഗ്രന്ഥം ചുവക്കുന്ന കഴുതകളെപ്പോലെയാണ് എന്നൊക്കെ പറഞ്ഞതുപോലെ തന്നെ അവരുടെ ഒരു അവസ്ഥ തന്നെയാണ് കുരങ്ങന്മാരെ പോലെ ആട്ടിയോടിക്കപ്പെട്ടവർ. എന്തായാലും അത് പറഞ്ഞ ശേഷം അള്ളാഹു പറയുന്ന സംഭവം മൂസ അവരോട് പറഞ്ഞതാണ്. ഇത് ഖാല മൂസ ലി ഖൗമിഹി, തൻ്റെ ജനതയോട് മൂസ പറഞ്ഞു, ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തദ്ബഹു ബഖറ, അള്ളാഹു നിങ്ങളോട് ഒരു പശുവിനെ ബലി കൊടുക്കാൻ പറയുന്നു. അവർക്ക് നൽകിയ ബലിയുടെ നിയമമാണ്. അപ്പോൾ അവർ തിരിച്ചു ചോദിക്കുന്നത്, ഖാലു അതത്തഖിദുന ഹുസുവ, നീ തമാശ പറയുകയാണോ, നീ വെറുതെ തമാശ പറഞ്ഞ് ഞങ്ങളെ പരീക്ഷിക്കുകയാണോ, പറ്റിക്കുകയാണോ? അപ്പോൾ മൂസ പറയുന്നു, അഊദു ബില്ലാ ഖാല അഊദു ബില്ലാഹി അൻ അകൂന മിനൽ ജാഹിലീൻ,
ഞാൻ ജാഹിലീങ്ങളിൽപ്പെടുന്നതിനെക്കുറിച്ച് ഞാൻ അള്ളാഹുവിനോട് അഭയം തേടുന്നു. അള്ളാഹുവിൽ ശരണം, ഞാൻ ജാഹിലീങ്ങളിൽ പെട്ട ആളല്ല, വെറുതെ എന്തെങ്കിലും പറയുന്ന ആളല്ല, വിവേകമില്ലാതെ സംസാരിക്കുന്ന ആളല്ല, അറിവില്ലാതെ പറയുന്ന ആളല്ല. ഞാൻ കൃത്യമായ അറിവിൻ്റെയും വിവേകത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് പറയുന്നത്. പരീക്ഷണമോ കളിയോ തമാശയോ ഒന്നുമല്ല. നിങ്ങളൊരു പശുവിനെ അറക്കണം. നിങ്ങളെല്ലാവരും പശുവിനെ അറക്കണമെന്നോ നിങ്ങളെല്ലാവരും കൂടി ഒരു പശുവിനെ അറക്കണമെന്നോ എന്നൊന്നും നമുക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയില്ല. പക്ഷേ ഇതൊരു നിയമമാണ്, ഇതവർക്കുള്ള ഒരു നിയമമാണ്. ഈ നിയമത്തെക്കുറിച്ച് നമുക്ക് വ്യത്യസ്ത സ്ഥലങ്ങളിൽ ബൈബിളിൽ തന്നെ കാണാൻ കഴിയും. അവർക്കത്തരത്തിൽ നിയമം കൊടുത്തിട്ടുണ്ട്. അവർക്ക് മൃഗബലി ഉണ്ടായിരുന്നു. അവരുടെ ടെമ്പിൾ റീകൺസ്ട്രക്റ്റ് ചെയ്തു കഴിഞ്ഞാൽ അവരവിടെ ബലി രണ്ടാമത് തുടരും എന്നതാണ് അവരുടെ പണ്ഡിതന്മാർ പറയുന്നത്. ഇപ്പോൾ തുടരാത്തത് അവർക്കവിടെ ടെമ്പിളില്ല. അവരുടെ ടെമ്പിൾ, മൂന്നാമത്തെ ടെമ്പിളിൻ്റെ കൺസ്ട്രക്ഷൻ നടന്നു കഴിഞ്ഞാൽ അവരവിടെ മൃഗബലി തുടരും. അതിൻ്റെ നിർമ്മാണത്തിനും വേണം അവർക്കൊരു മൃഗം. അതിൻ്റെ പേരാണ് റെഡ് ഹൈഫർ, ചുവന്ന പശു വേണം. അവരുടെ ടെമ്പിളിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു സ്ഥാപനമാണ് ടെമ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ട്, ജെറുസലേമിലുള്ള ടെമ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഗവൺമെൻറ്റിൻ്റെ ഫണ്ടോടുകൂടെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. അവരുടെ ദേവാലയം, അവരുടെ ആരാധനാലയം ഉണ്ടാക്കാൻ വേണ്ട 90ഓളം വസ്തുക്കളുടെ ലിസ്റ്റ് ഉണ്ടാക്കുകയും അതിൽ പ്രധാനപ്പെട്ട ഒരു ലിസ്റ്റാണ് റെഡ് ഹൈഫർ, ചുവന്ന പശു. അത് കിട്ടിക്കഴിഞ്ഞാൽ അതും ഇതിൻ്റെ കർമ്മത്തിൻ്റെ ഭാഗമാണ്. അതിനെ ബലി കൊടുക്കുന്ന ഒരു കർമ്മമുണ്ട്. ബലിയുടെ നിയമം അവരുടെ പുസ്തകങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ മൂസ അലൈഹിസ്സലാം അവരോട് ഒരു പശുവിനെ ബലി കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ആദ്യം തന്നെ ചോദിച്ചത്, നീ വെറുതെ തമാശ പറയുകയാണോ എന്ന്. അവരുടെ റെഡിനെസ് ഇല്ലായ്മയാണ്, ഇല്ല, അവരതിന് തയ്യാറല്ല. അവർ തയ്യാറല്ല എന്നുള്ളത് പിന്നീട് വരുന്ന സംഗതിയിൽ നിന്ന് വ്യക്തമാണ്. പിന്നീട് അവർ മൂസയോട് ചോദിക്കുന്നു, അവരോടൊരു പശുവിനെ അറക്കാൻ പറഞ്ഞപ്പോൾ പശുവിനെ അറുത്താൽ മതിയായിരുന്നു. പക്ഷെ അവർ തയ്യാറല്ലാത്തതുകൊണ്ട് എങ്ങനെയെങ്കിലും ഒഴിഞ്ഞു മാറണം. അപ്പോൾ അവർ ചോദിക്കുന്നു, ഖാല ദുഅലന റബ്ബക്ക, റബ്ബിനോട് ചോദിക്ക്, ദുആ ചെയ്തിട്ട് റബ്ബിനോട് ആവശ്യപ്പെട്ട് ഞങ്ങൾക്ക് പറഞ്ഞതാ, വിശദീകരിച്ചതാ, യുബയ്യില്ലന, ഞങ്ങൾക്ക് വിശദീകരിച്ചതാ, മാഹിയ, എങ്ങനത്തെ പശുവാണത്. അപ്പം മൂസ അലൈഹിസ്സലാം പറയും, ഖാല ഇന്നഹു യഖൂലു ഇന്നഹാ ബഖറത്തുൻ, റബ്ബ് പറയുന്നത് അതൊരു പശുവാണ്, ലാ ഫാരിലുൻ വലാ ബിക്റുൻ, അത് പ്രായമോ ബലഹീനതയോ ഇല്ലാത്തതാണ്. ലാ ഫാരിലുൻ, പ്രായവും ബലഹീനതയും ഇല്ല, വലാ ബിക്റുൻ, ചെറുതുമല്ല, ഒരു വയസ്സിനൊന്നും താഴെയുള്ളതല്ല, മാത്രവുമല്ല അതും ചെറുതുകൊണ്ട് ബലഹീനമായതുമാകരുത്. അവാനും ബൈനദാലിക്ക, അതിൻ്റെ ഇടയിലുള്ള ഒത്ത പ്രായവും നല്ല ആരോഗ്യവുമുള്ളത് അതായിരിക്കണം എന്ന് അവർക്ക് വിശദീകരിച്ചു കൊടുത്തു. ഫഫ്അലു മാ തുമറൂൻ, നിങ്ങൾ പ്രവർത്തിക്കൂ കൽപ്പിക്കപ്പെട്ടത്, ഇനി കൂടുതലൊന്നും ചോദിക്കണ്ട എന്ന് പറയും. പക്ഷെ അപ്പോഴും അവർ തയ്യാറല്ല. അതുകൊണ്ട് അവർ വീണ്ടും ചോദിക്കുന്നു, ഖാല ഉദ്ഉ ലനാ റബ്ബക്, ഞങ്ങൾക്ക് വേണ്ടിയിട്ട് റബ്ബിനോട് ചോദിക്ക്, യുബയ്യില്ലന, വിശദീകരിച്ചതാ ഞങ്ങൾക്ക്, മാ ലൗനുഹ, ഏത് നിറത്തിലുള്ള പശു. പല നിറത്തിലുള്ള പശുവുണ്ട്, ചുവന്ന നിറത്തിലുള്ള പശുവുണ്ട്, കറുപ്പുണ്ട്, വെള്ളയുണ്ട് എന്നൊക്കെ പല തരത്തിലുള്ള പശുവുണ്ട്. അതേതാണ് വേണ്ടത്. ഖാല, അപ്പോൾ മൂസ അലൈഹിസ്സലാം പറഞ്ഞു, ഇന്നഹു യഖൂലു, അള്ളാഹു പറയുന്നു, ഇന്നഹ ബഖറത്തുൻ സഫ്റാ ഉ, അത് സഫ്റാ ആയ പശുവാണ്. ഫാക്കിഉൽ ലൗനുഹ, അതിൻ്റെ നിറം തിളങ്ങുന്നതാണ്, അഥവാ ക്ലിയർ ആയിട്ടുള്ള നിറമുള്ളതാണ്. ക്ലിയർ നിറമുള്ള സഫ്റാ കളറുള്ള, തസുറുൻ നാദിരീൻ, നോക്കുന്നവർക്ക് സന്തോഷം തോന്നുന്ന, വളരെ കൗതുകവും ആനന്ദവും ഉണ്ടാക്കുന്ന പശു. സഫ്റാ എന്ന നിറം ഹീബ്രുവിൽ പാര അദുമ എന്നാണ് ഇതിന് പറയുന്നത്. അദുമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദം, മണ്ണിൻ്റെ കളറാണ്. അപ്പോൾ മണ്ണിൻ്റെ കളറുള്ള പശുവാണ്. അതിനെയാണ് മഞ്ഞ എന്ന് ചിലപ്പോൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. അതിനെയാണ് അവർ റെഡ് ഹൈഫർ എന്ന് പറയുന്നത്, ചുവന്ന പശു. പക്ഷെ അതിൻ്റെ യഥാർത്ഥത്തിലുള്ള നിറം മണ്ണിൻ്റെ കളറുള്ള നിറമാണ്, സാധാരണ പശുക്കളുടെയൊക്കെ നിറമാണ്. ടെമ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇത്തരത്തിലുള്ളൊരു പശുവിന് വേണ്ടി കുറേ കാലം അന്വേഷിക്കുകയും അവർ 2 പശുക്കളെ കണ്ടെത്തിയത് രണ്ടിനും ക്വാളിറ്റി പോരാ എന്ന് കരുതി തള്ളുകയും ചെയ്ത വാർത്തയൊക്കെ അവർ പുറത്തുവിട്ടിരുന്നു. പിന്നീട് അവർ യാതൊരു കലയുമില്ലാതെ, നിറത്തിന് യാതൊരു വ്യത്യാസവുമില്ലാത്ത നല്ല പശുവിന് വേണ്ടിയിട്ടുള്ള ഹണ്ടിങ്ങിലാണ്. അപ്പം ഇത്തരത്തിലുള്ള ഒരു പശുവാണ് അവരോട് പറഞ്ഞത്.
അപ്പോഴും അവരതിന് തയ്യാറല്ലാതെ വന്നപ്പോൾ അവർ വീണ്ടും ചോദിച്ചു, ഖാല ദുഉലന റബ്ബക്ക, റബ്ബിനോട് ഞങ്ങൾക്ക് വേണ്ടി ചോദിക്ക്, യുബയ്യില്ലന, ഞങ്ങൾക്ക് വിശദീകരിച്ചു തരാൻ, മാഹിയ, എങ്ങനത്തതാണ്, ഇന്നൽ ബക്കറ തശാബഹ അലൈന, ഞങ്ങൾക്ക് കൺഫ്യൂസ് ആകുന്നുണ്ട് പശു ഏതാണ് വേണ്ടത് എന്ന്. ഇൻഷാ അള്ളാഹു ഉദ്ദേശിച്ചാൽ മുഹ്തദുൻ, ഞങ്ങൾ ഗൈഡ് ചെയ്യപ്പെട്ടേക്കാം, ഞങ്ങൾ യഥാർത്ഥ പശുവിനെ കണ്ടെത്തിയേക്കാം. അപ്പം മൂസ പറഞ്ഞു, ഇന്നഹു യഖൂൽ, അള്ളാഹു പറയുന്നു, ഇന്നഹ ബക്കറത്തുൻ ലാ ദലൂലുൻ തുസീറുൽ അർള, അത് ഭൂമിയെ ഉഴുതുന്ന, അതിനു വേണ്ടിയിട്ട് മെരുക്കപ്പെട്ട, അതിനുവേണ്ടി ഉപയോഗിക്കപ്പെടുന്ന പശു ആകരുത്. വലാ തസ്കിൽ ഹർസ, വിളകൾക്ക് വെള്ളം നനക്കുന്നതിനും ഭൂമിയെ ഉഴുതാനും വേണ്ടി ഉപയോഗിക്കുന്ന, അതിനുവേണ്ടി മെരുക്കപ്പെട്ട അങ്ങനത്തെ പശു ആകരുത്. മുസല്ലമത്തുൻ, വളരെ സൗണ്ടായിരിക്കണം, എല്ലാ ഡിഫക്റ്റിൽ നിന്നും മോചിപ്പിക്കപ്പെട്ട, ഡിഫക്റ്റൊന്നും ഇല്ലാത്ത പശുവായിരിക്കണം. ലാ ഷിയത്ത ഫീഹ, യാതൊരു അടയാളവും ഉണ്ടാകരുത്, കളറിൽ യാതൊരു കളറ് മങ്ങിയതുമാകരുത്, ഒരു തരത്തിലുള്ള മിക്സിങ്ങും കളറിലില്ലാത്ത വളരെ ക്ലിയറായ മുസല്ലമത്തായ പശു. അത് ഭൂമി ഉഴുതാൻ ഉപയോഗിക്കുന്നതാകരുത്, വെള്ളം നനക്കാൻ ഉപയോഗിക്കുന്നതാകരുത്, ഏറ്റവും പെർഫെക്റ്റായ പശു. അങ്ങനെ അവർക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്ന വിധത്തിലായി ഈ പശു ഞാൻ ഉദ്ദേശിച്ചത് എന്ന്. അപ്പോൾ അവർക്ക് പിന്നെ ഓപ്ഷൻ ഇല്ലാതായി. കാലു, അവർ പറഞ്ഞു, അൽ ആന ജിഅ്ത ബിൽ ഹഖ്, ഇപ്പോഴാണ് നീ ശരിക്ക് പറഞ്ഞത് എന്താണെന്ന്. ഫദബഹൂഹ, അവർ അറുത്തു അതിനെ. വമാ കാദു യഫ്അലൂൻ, എന്നാൽ അവർ അറക്കുന്നവരായിരുന്നില്ല. അവരറക്കുന്നവരല്ലാത്ത വിധത്തിൽ അവർ അറുത്തു. അവർ വില്ലിങ്നെസ് ഇല്ലാതെ അവരതിനെ അറുത്തു. അവർ തീരെ തയ്യാറല്ലാതെ അറുത്തു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം ഇങ്ങനെ കൽപ്പിച്ചപ്പോൾ അവർ ചെയ്താൽ മതിയായിരുന്നു. പക്ഷേ അവർ ഓരോ ഒഴിവ് കഴിവുകൾ ഇങ്ങനെ ചോദിച്ച് അതിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവർ ശ്രമിച്ചു. പക്ഷേ രക്ഷ കിട്ടിയില്ല. അവരറക്കേണ്ടി വന്നു, പക്ഷേ വലിയ വില കൊടുക്കേണ്ടി വന്നു. ആദ്യം തന്നെ മൂസ പറഞ്ഞിരുന്നു, ഫഫ്അലു മാ തുഅ്മറൂൻ, കൽപ്പിക്കപ്പെട്ടത് നിങ്ങൾ ചെയ്താൽ മതി എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അവർ തയ്യാറല്ലാത്ത കൊണ്ട് ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ അവർക്ക് ബുദ്ധിമുട്ടായി. ഈ സംഭവം നമുക്ക്, ഈ പശുവിൻ്റെ സംഭവം ആസച്ച് ഒരു പർട്ടിക്കുലർ സംഭവമായിട്ടൊന്നും നമുക്ക് ബൈബിളിൽ എവിടെയും കാണാൻ കഴിയില്ല. എന്നാൽ ഈ നിയമം, പശുവിനെ അറുക്കാൻ വേണ്ടിയിട്ടുള്ള നിയമം നമുക്ക് കാണാൻ കഴിയും. നമുക്ക് സംഖ്യാപുസ്തകത്തിൽ തന്നെ കാണാം, യഹോവ കൽപ്പിച്ച ന്യായപ്രമാണം എന്തെന്നാൽ, കളങ്കവും ഊനവുമില്ലാത്തതും നുകം വയ്ക്കാത്തതുമായ ഒരു ചുവന്ന പശുക്കിടാവിനെ നിന്റെ അടുക്കൽ കൊണ്ടുവരുവാൻ ഇസ്രായേൽ മക്കളോട് പറയുക എന്ന് സംഖ്യാപുസ്തകത്തിൽ 19-ാം അധ്യായത്തിൽ കാണാം. യഹോവ കൽപ്പിച്ച ന്യായപ്രമാണമാണത്. കളങ്കവും ഊനവുമില്ലാത്തതും നുകം വെക്കാത്തതും, അതായത് ഭൂമി ഉഴുതാനും ഒന്നും ഉപയോഗിക്കാത്തതും ആയ ഒരു ചുവന്ന പശുക്കിടാവിനെ നിന്റെ അടുക്കൽ കൊണ്ടുവരുവാൻ ഇസ്രായേൽ മക്കളോട് പറയുക. ഇങ്ങനെ ബലിക്ക് വേണ്ടിയിട്ട് ഇത്തരത്തിൽ പശുവിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള കൽപ്പനയാണ്. ഈ പശുവിനെ അറുത്ത് ശുദ്ധീകരിക്കുന്ന, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ദബഹിൻ്റെ, പശുവിനെ ബലി കൊടുക്കുന്നതിൻ്റെ പല ആവശ്യങ്ങളുണ്ട്. ബലി കൊടുക്കാൻ പല കാരണങ്ങളുമുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ആരെങ്കിലും കൊല്ലപ്പെടുകയും അതാരാണ് കൊന്നവൻ ആരാണെന്ന് അറിയാതിരിക്കുകയും ചെയ്താൽ സമീപ പ്രദേശത്തുള്ള ആളുകളൊക്കെ വന്നുകൊണ്ട് സത്യം ചെയ്യണം. അങ്ങനെ സത്യം ചെയ്യാൻ ഒരു പശുവിനെ അറക്കണം. അതിനെക്കുറിച്ച് നമുക്ക് പുറപ്പാട് പുസ്തകത്തിൽ കാണാൻ കഴിയും. പുറപ്പാട് പുസ്തകത്തിലല്ല, അതിനെക്കുറിച്ച് നമുക്ക് ആവർത്തന പുസ്തകത്തിൽ കാണാൻ കഴിയും. കൊല്ലപ്പെട്ടവന് അധികം അടുത്തിരിക്കുന്ന പട്ടണത്തിലെ മൂപ്പന്മാർ വേല ചെയ്യിക്കാത്തതും നുകം വയ്ക്കാത്തതുമായ ഒരു പശുക്കിടാവിനെ കൊണ്ടുവരണം. ആ പട്ടണത്തിലെ മൂപ്പന്മാർ ഉഴവും വിതയും ഇല്ലാത്ത നീരൊഴുക്കുള്ളതുമായ ഒരു താഴ്വരയിൽ പശുക്കിടാവിനെ കൊണ്ടുചെന്ന് അവിടെ വെച്ച് പശുക്കിടാവിനെ കഴുത്ത് ഒടിച്ച് കളയണം, അഥവാ കഴുത്തറക്കണം. ഞങ്ങളുടെ കൈകൾ ആ രക്തം ചിന്നിയിട്ടില്ല, ഞങ്ങളുടെ കണ്ണ് അത് കണ്ടിട്ടുമില്ല. യഹോവേ, നീ വീണ്ടെടുത്തിട്ടുള്ള നിന്റെ ജനമായ ഇസ്രായേലിനോട് ക്ഷമിക്കണമേ. നിന്റെ ജനമായ ഇസ്രായേലിൻ്റെ മധ്യേ കുറ്റമില്ലാത്ത രക്തം ഇരിപ്പാൻ ഇടവരുത്തരുതേ എന്ന് പറയണം. എന്നാൽ ആ രക്തപാതകം അവരോട് മോചിക്കപ്പെടും. ആ തെറ്റിൽ നിന്നവർ വിമോചിതരാകും. ആരെങ്കിലും ഒരാളെ കൊന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കൊലയാളി ആരാണെന്ന് അറിയില്ലെങ്കിൽ സമീപ പ്രദേശത്തുള്ള ആളുകളൊക്കെ ചെയ്യേണ്ട ഒരു റിച്വൽ പറഞ്ഞു കൊടുത്താണ്. അപ്പം അതിനുവേണ്ടി ഒരു പശുവിനെ അറക്കണം.
ഇങ്ങനെ ഇതുപോലെ പല കോണ്ടെക്സ്റ്റിലും പശുവിനെ അറക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അശുദ്ധിയായി കഴിഞ്ഞാൽ ശുദ്ധിയാകാൻ വേണ്ടിയിട്ടുള്ള ചില സന്ദർഭങ്ങളിൽ പശുവിനെ അറക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു നിയമമാണ് നൽകിയത്. ഏതെങ്കിലും ഒരു പ്രത്യേക സംഭവവുമായിട്ട് ബൈബിളിൽ ഇതിന് ബന്ധമില്ല. ഒരു പൊതു നിയമം നൽകിയതാണ്. അങ്ങനത്തെ ഒരു നിയമം മൂസ അലൈഹിസ്സലാം അവർക്ക് പറഞ്ഞു കൊടുത്തതാണ്. അങ്ങനെ നിയമം പറഞ്ഞപ്പോൾ അവരോരോരോ കാരണങ്ങൾ പറഞ്ഞു. ഒരു സന്ദർഭത്തിൽ പശുവിനെ അറക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ അവർ തയ്യാറായില്ല, അവരുടെ റെഡിനെസ് ഉണ്ടായില്ല, അവർ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരുന്നു. അവസാനം കൃത്യമായിട്ട് മൂസ അലൈഹിസ്സലാം പറഞ്ഞപ്പോൾ അവർക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള പശുവിനെ തന്നെ അവരറക്കേണ്ടി വന്നു. എന്നിട്ട് അള്ളാഹു പറയുന്നു, അവരറുത്തു, എന്നാൽ അവരറക്കാൻ തയ്യാറായിരുന്നില്ല.